വെല്ലുവിളികൾ നമ്മുടെ ആരാധനാ ജീവിതത്തിൽ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ, നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഒക്കെയുമുള്ള അതിനെ മാറ്റുരയ്ക്കുവാനുള്ളതായ പ്രേരണ വ്യക്തികളിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ ഒക്കെയും നമുക്കുണ്ടാകുമ്പോൾ എന്ത് തന്നെ നഷ്ടപ്പെടേണ്ടി വന്നാലും അതിനോട് കോംപ്രമൈസ് ചെയ്യുവാൻ നമുക്ക് കഴിയില്ല എന്ന വെളിപ്പെടുത്തൽ. അതാണല്ലോ നമ്മുടെ സഭ ഇന്നും നേരിടുന്നതായ പ്രതിസന്ധികൾ. അവിടെയൊക്കെ എന്ത് തന്നെ നഷ്ടപ്പെട്ടാലും ഞങ്ങൾ വിശ്വാസത്തിൽ മുറുകെ പിടിക്കുന്നവരാണ് എന്ന ആ ബോധ്യപ്പെടുത്തലുകളാണ് നമ്മുടെ സഭയിൽ ഇന്ന് നാം ഏറ്റെടുക്കുന്ന ത്യാഗങ്ങൾ. അവിടെയെല്ലാം ദൈവത്തിന്റെ കരുതൽ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവ് യേശുക്രിസ്തുവിന്റെ ശക്തിയാൽ നാം നമ്മുടെ ജീവിതത്തിൽ നേരിടുന്നതായ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് മുന്നേറുവാൻ ദൈവം നമ്മെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് മരുഭൂമിയിലേക്ക് പിന്മാറിപ്പോയത് വലിയ ഒരു മുന്നേറ്റത്തിന് വേണ്ടിയാണ്. അതുപോലെ നാം ഈ 40 നോമ്പ് നോക്കുന്നത് നമ്മുടെ സാധാരണ ജീവിതത്തിൽ നിന്നും അല്പം പിന്നോട്ട് നാം വലിഞ്ഞു നിൽക്കുകയാണ്. എല്ലാറ്റിൽ നിന്നും പിൻവലിഞ്ഞു നിൽക്കുന്നത് ഉയർപ്പിന് ശേഷമുള്ള നമ്മുടെ ദൗത്യങ്ങൾ, നമ്മുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നാം മുന്നേറുവാനുള്ള ശക്തി പ്രാപിക്കുവാൻ വേണ്ടിയാണ് ഈ വലിയ നോമ്പ് കാലഘട്ടം. നമ്മുടെ ജീവിതത്തിൽ നാം നോമ്പിലും പ്രാർത്ഥനയിലും അല്പം വേറിട്ട് ജീവിക്കുമ്പോൾ അത് വരുന്ന നാളുകളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാനുള്ള, നമ്മുടെ പ്രവർത്തന രംഗത്ത് നാം മുന്നേറുവാനുള്ള ഒരു ശക്തിക്ക് വേണ്ടിയാണ് എന്ന് നാം മനസ്സിലാക്കുകയും നമ്മുടെ കർത്താവിന്റെ തൃപാദങ്ങളിൽ ചേർന്നിരുന്നുകൊണ്ട് ഈ വലിയ നോമ്പിന്റെ അനുഗ്രഹീത ദിവസങ്ങളും വരുന്ന കഷ്ടാനുപാഴ്ചകളിലുമെല്ലാം ദൈവത്തിന്റെ ശക്തി ആർജിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് എല്ലാവർക്കും ഭാഗ്യം തരട്ടെ എന്ന് വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവിന്റെ അദൃശ്യമായ വലതു തൃക്കരം നീട്ടി നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.